ഇന്നിവിടെ നമുക്കൊരു ശ്രീലങ്കൻ സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കിയാലോ. ലവേറിയ എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന അടയുടെ ഒരു മോഡലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 1 കപ്പ് പുഴുക്കലരി വെള്ളത്തിലിട്ടു. അത് ഏകദേശം ഒരു 4 മണിക്കൂറിലധികം വെള്ളത്തിലിട്ടു കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് മാതിരി തന്നെ അരച്ചെടുക്കണം. ഇനി ഈ മാവ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒരു ചീനച്ചട്ടിയിൽ ഒരു കടായിലിട്ടിട്ട് നല്ല പോലെ ഇതിനെ വഴറ്റി കിണ്ടി എടുക്കുക. ഞങ്ങൾ അങ്ങനെയാണ് പറയുക, കിണ്ടി. ഇത് കുറച്ച് കട്ടയായിട്ട് ഇത് ഒരു വേവിച്ച കട്ട മാതിരിയാവില്ലേ, ആ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ മാവ് നമുക്ക് ഏകദേശം പരുവായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് വേറൊരു സാധനം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് നാളികേരം ഇട്ടിട്ട്, പിന്നെ പാകത്തിന് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇടണത്. കാരണം അതിൽ വേറെ അരിക്കേണ്ട ആവശ്യമില്ല, കല്ലൊന്നുമില്ല, ഞാൻ അതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പൊടി ഇട്ടിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഇടാം, ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടില്ല. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടയ്ക്ക് ചെയ്യില്ലേ, അതേമാതിരി ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴ ഇല മുറിച്ചെടുത്ത് അത് വൃത്തിയായി തുടച്ച് അതിൽ നെയ്യ് പുരട്ടുക. നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ നൂലപ്പത്തിന് പിഴിയുന്ന മാതിരി എല്ലാ ഇലയിലും പിഴിഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ നൂൽപുട്ടിന് പിഴിഞ്ഞ മാതിരി പിഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ ഫില്ലിങ് ഇട്ടിട്ട് ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. പക്ഷേ ഈ റോൾ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടി ഇത് പൊട്ടുമോ അങ്ങനെയുള്ളൊരിതുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഇല റോൾ ചെയ്ത ശേഷം ഈ ഇലയുടെ 2 സൈഡിലും ഞാൻ ടൂത്ത് പിക്കും കൊണ്ട് ഒന്ന് പിൻ ചെയ്യണമാതിരി ഇങ്ങനെ കുത്തിവെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് റെഡിയായി കിട്ടുമ്പോൾ ശരിക്കും ആ സെയിം ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളുടെ ലവേറിയ എല്ലാം നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് റോൾ ചെയ്ത് ഇനി നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരു 10 to 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്യുമ്പോഴേക്കും ഇതായി കിട്ടും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ സ്പെഷ്യൽ ലവേറിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് അവരുണ്ടാക്കുക. പക്ഷേ എനിക്ക് ഈ റോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിങ്ങനെ അഴിയുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ഇലയോട് കൂടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മുടെ നാടൻ അടയേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.